പലരും കരുതുന്നത് തീപ്പെട്ടി കമ്പനി പൊളിഞ്ഞപ്പോൾ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ സിനിമയിലേക്ക് വന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ചെറുപ്പം മുതലേ എനിക്ക് കലയോട് അതീവമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 3-ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരന്മാർ അവരൊക്കെ എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. കാരണം അപ്പം പറഞ്ഞു, വിദ്യാഭ്യാസം കൊണ്ട് ഇവൻ നന്നാവാൻ പോകുന്നു, ഇനി വല്ല പാട്ടോ വല്ല ചാട്ടോ ഡാൻസോ അതുകൊണ്ട് നന്നാവണമെങ്കിൽ നന്നാവട്ടെ. അങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വെണ്ണിലാവ് കലാസമിതി എന്ന് പറയുന്നൊരു കലാസമിതിയാണ്. അതിൻ്റെ പ്രധാന ആളുകൾ എന്ന് പറയുന്നവർ കോച്ചേരി വർഗീസേട്ടൻ, മരിച്ചുപോയിട്ടുള്ള ശേഖരേട്ടൻ, ഇവരൊക്കെ തന്നെയാണ്. അങ്ങനെ അവരെന്നെ കൊണ്ട് ആ കലാസമിതിയിൽ, വെണ്ണിലാവ് കലാസമിതിയിൽ ഒരു ഡാൻസ് ചെയ്യിപ്പിച്ചു. ആ ഡാൻസിന് പാട്ട് പാടാൻ വന്നത് എൻ്റെ സഹോദരിമാരാണ്. കാരണം എന്നെ എങ്ങനെയെങ്കിലും ഒരു കലാകാരനാക്കുക എന്നുള്ളതാണ്. ഒരു പെൺ വേഷം കെട്ടി ഞാൻ ജിപ്സി നൃത്തം എന്നൊരു നൃത്തം ചെയ്തു. എനിക്കിന്നും ആ പാട്ടിൻ്റെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പാട്ടിങ്ങനെയാണ്: നാടിൻ്റെ കാവ്യോജല ചരിതമെഴുതുവാൻ വന്നാലും വളരുന്ന കാവ്യകാര തിന്തിമി തിമി തിന്തിമി തിമി തിന്തിമി തിമി തിന്തിമി. ഇപ്പോഴും എനിക്ക് ഈ പാട്ട് പാടുമ്പോൾ അതുപോലെ ചാടി കളിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ ബാക്ക് പെയിനുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ സംഭവം കുഴപ്പമാവും. എന്തായാലും അങ്ങനെ ആ പുതിയ കാൽവെപ്പ് വെണ്ണിലാവ് കലാസമിതിയിൽ തുടങ്ങി. സ്കൂളിലെത്തി. സ്കൂളിലൊക്കെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ എനിക്ക് ഏതാണ്ട് ഈ ആനയ്ക്ക് മതം പൊട്ടുന്ന പോലെയാണ്. എന്തിനൊക്കെയാണ് പേര് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഇതാണ്. ഏതിനാണ് പേര് കൊടുക്കുക, എന്തിനാണ് പേര് കൊടുക്കുക. ഞാൻ എല്ലാത്തിനും പേര് കൊടുക്കും. ഇപ്പോൾ സംസ്കൃത ശ്ലോകം ഞാൻ പേര് കൊടുക്കും. കാരണം അതിനകത്ത് വേറെ ഏതെങ്കിലും കുട്ടി വന്നില്ലെങ്കിൽ ശ്ലോകമാണോ ശ്ലോകമല്ലേ എന്നല്ല. എൻ്റെ സഹോദരിമാർ, എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള ആ പഴയ ബെഞ്ചിൽ കമന്ന് കിടന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് സംസ്കൃതം. ബാല ബാലഹ്യ ബാലഹ മേ ബാലേ ബാലസ്യ ബാലഹ. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലൂട്ട് അല്ലെങ്കിൽ ഘടം, അതിനൊന്നും അധികം പേരുണ്ടാവില്ല. ചിലപ്പോൾ 1-2 പേരേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ ഘടത്തിൽ ഫസ്റ്റ് അയാൾക്കും സെക്കൻഡ് എനിക്ക്. ഫ്ലൂട്ടിൽ ഒരു പ്രാവശ്യം അയ്യപ്പൻ എന്ന് പറഞ്ഞ ആൾക്കാണ് ഫസ്റ്റ് കിട്ടി, പക്ഷേ സെക്കൻഡ് എനിക്ക് കിട്ടി. പിന്നെ പദ്യോച്ചാരണത്തിന് ഞാൻ പേര് കൊടുക്കലും നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്കൂളിൽ ഒരുപാട് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പദ്യോച്ചാരണം ഞാൻ ചൊല്ലിയത് പദ്യം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ആറ്റിലേക്ക് അച്ചൂത ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. പിന്നത്തെ വരി എനിക്കറിയില്ല, കാരണം ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് ചെയ്തത്. ഇത് 8-ാം ക്ലാസ്സിലെ പദ്യം അത്രേ. അപ്പോൾ ഈ 2 വരി അറിയുള്ളൂ. അപ്പോൾ ആ മാഷ് അന്ന് എനിക്ക് 50 പ്രാവശ്യം ഇമ്പോസ് ചെയ്തു. ഒരിക്കലും ഇന്ന് വരെ ഒരു സ്കൂളിലും കേരളത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഈ യൂത്ത് ഫെസ്റ്റിവലിന് നമ്മൾ ഇത് ചെയ്യുന്ന പങ്കെടുക്കുന്ന പരിപാടികൾ തെറ്റിക്കഴിഞ്ഞാൽ അതിന് ഇമ്പോസിഷൻ കൊടുക്കാമെന്ന് കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചപ്പോൾ ആ മാഷ് പറഞ്ഞു, ആ ന്യായത്തെപ്പറ്റി നീ നോക്കണ്ട, നീ ഇപ്പോൾ ഇമ്പോസിഷൻ എഴുതിയാൽ മതി. അതിനുശേഷം ഞാൻ ഈ പദ്യോച്ചാരണത്തിന് ഒരിക്കലും ഇന്ന് വരെ ഞാൻ പേര് കൊടുത്തിട്ടില്ല. പദ്യോച്ചാരണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്തായാലും ആ കാലഘട്ടത്തിൽ അബ്രഹാം മാഷ് എന്ന് പറയുന്ന ആൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അമേരിക്കയിലാണ്, നല്ല മിടുക്കന്മാരാണ്. ഇടയ്ക്ക് അവിടെയൊക്കെ പോകുമ്പോൾ അവർ വീട്ടിൽ പോകാറുണ്ട്. ഈ അബ്രഹാം മാഷ് എൻ്റെ ഈ കലാപരമായിട്ടുള്ള കഴിവുകളും എൻ്റെ പല വിവരങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് അബ്രഹാം മാഷ് എന്നെ ഒന്ന് നോട്ട് ചെയ്തു. എൻ്റെ അടുത്ത് ചോദിച്ചു, നീ തെക്കേത്തിലെ പറയുന്നതിൻ്റെ എത്രാമത്തെ മകനാണ്? ഞാൻ പറഞ്ഞു 5-ാമത്തെ. ഒന്നുമല്ല, വെറുതെ ചോദിച്ചതാ. പക്ഷേ ഒരു വർഷം, ആദ്യത്തെ വർഷം മാഷക്ക് എൻ്റെ ഈ തട്ടിപ്പ് പരിപാടികൾ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ചിലതിലൊക്കെ ഞാൻ പ്രൈസ് കൊണ്ടുപോയി. 2-ാമത്തെ കൊല്ലം വന്നപ്പോൾ മാഷ് എന്നെ അർത്ഥം വെച്ച് നോക്കി. ഞാൻ മാഷിൻ്റെ കയ്യിൽ എനിക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി പേര് കൊടുത്തു. ഒന്ന് ഘടം. ഇനിയുള്ളത് നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോ താൻ പേര് കൊടുക്കാത്ത ഐറ്റംസ് നോക്കുന്നതായിരിക്കും എളുപ്പം. താനാണിപ്പോ ഇവിടുത്തെ സർവകലാവല്ലഭൻ. ഹിന്ദി പദ്യോച്ചാരണത്തിൽ പേര് കൊടുക്കാൻ ഇതുവരെ ഒരു പരീക്ഷയിലും ഹിന്ദിയിൽ 100-ൽ 10 മാർക്ക് തനിക്ക് തികച്ചു കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഐറ്റം അങ്ങ് വെട്ടിയേക്ക്. ഇംഗ്ലീഷിന്റെ അവസ്ഥയും തതയുക, അതും വെട്ട്. അല്ലടോ ഇന്നസെന്റ്, താനെന്താ ഈ സ്പോർട്സ് ഐറ്റംസിനൊന്നും പേര് കൊടുക്കാത്തത്? വേണമെങ്കിൽ ഇപ്പോഴും ചേർക്കാം. വേണ്ട മാഷേ, ഓടാനും ചാടാനും പാടില്ല എന്ന് വൈദ്യുതി പണ്ടേ പറഞ്ഞിട്ടുള്ള.
ഉച്ച ഇന്റർവെല്ലിന് മരത്തിന്റെ കൊമ്പിൽ നിന്ന് ദിവസവും എടുത്ത് ചാടണ്ടെന്ന് മാത്രം വൈദ്യുതി പറഞ്ഞിട്ടില്ല അല്ലേ? സ്പോർട്സിലാകുമ്പോ കുറച്ച് മേലനങ്ങണം. വേറെ ആൺകുട്ടികൾ ഉണ്ടാകും മത്സരിക്കാൻ. മൂക്കില്ലാത്തിടത്തല്ലേ മുറിമൂക്കിന് രാജാവാകാൻ പറ്റൂ. വിളച്ചിന് വേണ്ടടോ ഇന്നസെന്റ്. നിന്റെയൊക്കെ പ്രായത്തില് നല്ലവണ്ണം ഉരുണ്ട് കളിച്ചിട്ട് തന്നെയാ ഞാൻ ഈ നിലയിലൊക്കെ എത്തിയത്. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്. ഘടം പാർത്ഥസാരഥി. സ്റ്റാൻഡേർഡ് 6B. ആ എന്താടോ കുടത്തില് കള്ള മറ്റോ ആണോ? അയ്യോ മാഷ, ഇത് കുടമല്ല, ഘടമാണ്. എവിടേക്ക് ഇത് എഴുന്നള്ളിച്ചോണ്ട്? അടുത്തത് എന്റെ പേരെ വിളിക്കുക, ഘടം കോമ്പറ്റീഷന്. ഘടം വായിക്കേ? ആ താനോ? ആ ശിവരാമാഷേ, എന്താ മാഷേ? ഘടത്തിന് 2 പേരെ ചേർന്നിട്ടുള്ളൂ ആകെ. എവിടെ ആ ലിസ്റ്റ് ഒന്ന് നോക്കിയേ. അത്രേ ഉള്ളൂ, പാർത്ഥസാരഥി ഇന്നസെന്റും. ഇതെങ്ങനെ എന്റെ കണ്ണി പെടാതെ പോയി? താളത്തിന്റെ ABCD അറിയാത്ത താൻ ഇതും കൊണ്ട് സ്റ്റേജിൽ കയറിയാൽ ഘടത്തിനുള്ള 2ാം സമ്മാനം അടിച്ചോണ്ട് പോവും. അങ്ങനെ ഇപ്പോൾ സംഗീത കുലത്തെ അപമാനിക്കും. അയ്യോ മാഷന്റെ ഘടം. നെക്സ്റ്റ് TV Innocent. സ്റ്റാൻഡേർഡ് 8D. സെക്കൻഡ് പാർട്ടിസിപ്പന്റ്. നേര് പറഞ്ഞോ. ഇനി ഏതൊക്കെ ഐറ്റംസ് ബാക്കിയുണ്ട്? സോളോ ഇതോടെ തീർന്നു. ഹാവ്. പിന്നെ ടീമായിട്ട് ഞാൻ ലീഡറായി ഷാഡോ പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കഥ? ഹിരോഷിമ നാഗസാക്കി. എന്ത്? ഹിരോഷിമ നാഗസാക്കി. ആ, ഇവിടെങ്ങുള്ള കഥയല്ലാത്തോണ്ട് കള്ളി പെട്ടെന്ന് പൊളിയൂല. അല്ല മാഷേ, ഹിരോഷിമ നാഗസാക്കി എന്നൊക്കെ പറയുമ്പോ ബോംബാക്രമണം നടന്ന സ്ഥലമല്ലേ? സ്റ്റേജിൽ ഇനി ഇയാളിപ്പോ എന്താടോ, സ്റ്റേജിൽ ബോംബ് പൊട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ? അയ്യോ ഇല്ല മാഷെ. തുണി കൊണ്ടുള്ള കർട്ടനാണ് മുന്നിലും പിന്നിലും. മാഷുമാരും ടീച്ചർമാരും കുട്ടികളും ചുറ്റും. തീ കൊണ്ടുള്ള കളി സ്റ്റേജിൽ വേണ്ട, പറഞ്ഞേക്കാം. ഇല്ല മാഷെ, ഒക്കെ ഇലക്ട്രിക് ആണ്. ആ ചെല്ല് ചെല്ല്.